പൊതുവെ സൂര്യനും കേതുവും തമ്മിലുള്ള യോഗം എന്നതൊക്കെ വളരെ നല്ല ആധ്യാത്മിക ജ്ഞാനം തരുന്നതാണ്. എന്നാലും ഒരുപാട് അമിതമായിട്ട് ഈഗോ കൊണ്ട് ഇവർക്ക് ഉള്ള ആധ്യാത്മിക ജ്ഞാനം പോലും അതിനെപ്പോലും ഓർത്തെടുക്കാൻ കഴിയാതെ ഇവർ വളരെയധികം അഹംഭാവികളായിട്ടും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് രാഹുവിൻ്റെ മഹാദശാകാലത്തൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സൂര്യനും കേതുവും കിട്ടുമ്പോൾ തന്നെ അത് വളരെ നല്ല ഒരു സിറ്റുവേഷനാണ്. മീനം രാശിയിൽ സൂര്യനും കേതുവും ഉണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ആത്മീയ പുരോഗതി തേടാനുള്ള ഗോൾഡൻ ചാൻസാണ്. പക്ഷേ രാഹുവിൻ്റെ മഹാദശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൂര്യനും കേതു ഒരുമിച്ചിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് രാഹു ഉണ്ടാവുമല്ലോ. മീനത്തിൽ സൂര്യനും കേതു ഉണ്ടാകുമ്പോൾ രാഹു കന്നിയിലുണ്ടാകും. രാഹുവിൻ്റെ മഹാദശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഭക്തി ഇല്ലെങ്കിൽ, ശരണാഗതി ഇല്ലെങ്കിൽ, നമ്മുടെ മനസ്സിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്ഷയില്ല. അവിടെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. എൻ്റെ ബുദ്ധിയിൽ ഭഗവതി വസിക്കണം. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ആത്മീയ പുരോഗതിക്ക് സൂര്യൻ ഒരുപാട്